ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയേക്കാം. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒരുപാട് ഫോൾഡറുകൾ കാണും. ഒരേ നിറത്തിലും ഒരേ വലുപ്പത്തിലുള്ള ഒരുപാട് ഫോൾഡറുകൾ. അതിലൊക്കെ തന്നെ വ്യത്യസ്തമായ ഫയലുകളായിരിക്കും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. MP3 ഫയലുകൾ, മൂവീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ക്ലിപ്പ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ. അങ്ങനെ ഒരുപാട് ഫോൾഡറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടായിരിക്കാം. ഈ ചില സമയത്തെങ്കിലും ആ ഒരു ഫോൾഡറുകളിൽ നിന്ന് ഡേറ്റ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ്, ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടെങ്കിൽ, അല്ലേ? ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഡേറ്റ ഏത് ഫോൾഡറിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. അങ്ങനെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇനി ഓരോ ഫോൾഡറിനും നമുക്ക് വ്യത്യസ്ത നിറങ്ങൾ നൽകി സൂക്ഷിക്കാം. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതിന് ഒരു ചെറിയ സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമാണ്. ഫോൾഡർ മാർക്കർ പ്രോ എന്നതാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതാണ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റ്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. എങ്കിൽ കൂടിയും ഇതിൻ്റെ ട്രയൽ വെർഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പ് ഫയൽ. ഇത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ലോഞ്ച് ഫോൾഡർ മാർക്കർ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. അത് അൺചെക്ക് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡറുകളുടെ നിറം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ആയി കിടക്കുന്ന ഫോൾഡറുകൾ കാണാം. ഏത് ഫോൾഡറിൻ്റെ നിറമാണോ നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡറിൽ ഇതുപോലെ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോൾഡർ മാർക്കർ എന്നൊരു ഓപ്ഷൻ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് സബ് ഓപ്ഷൻസ് കാണാം. അവിടെ മുകളിലായിട്ട് കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക, ഒരുപാട് കളറുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഞാൻ അതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, സെലക്ട് ചെയ്തു. ഇപ്പോൾ നിറം മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഫോൾഡറിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത ഏത് ഫോൾഡറാണോ ആ ഫോൾഡറിൻ്റെ നിറം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഇത് മാത്രമല്ല ഗുണം. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം ഒരു ഫോൾഡറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഇനി അതല്ല, ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇനിയും വീഡിയോസ് വേണമെന്നാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, അബിൻ.